जन्म जन्म के अरमानों को पूरा कर दिया है। तेरी यादों में समाए हैं हम ऐसे धीरे धीरे, हम ऐसे धीरे धीरे आए तेरे करीब बाबा, हम ऐसे धीरे धीरे। सितारों की दुनिया में रहते बाबा हमारे, बेहद हसीन घड़ियां देखे रूहानी नजारे। मीठे वतन में पहुंचे हम ऐसे धीरे धीरे, हम ऐसे धीरे धीरे आए तेरे करीब बाबा, हम ऐसे धीरे धीरे आए तेरे करीब बाबा, हम ऐसे धीरे धीरे। सागर में जैसे नदियाँ मिलती हैं धीरे धीरे, मिलती है धीरे धीरे आए तेरे करीब बाबा, हम ऐसे धीरे धीरे आए तेरे करीब बाबा, हम ऐसे धीरे धीरे। ഓം ശാന്തി. അമൃതവേളയില് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അമൃതവേളയില് ഏതെല്ലാം തിലകങ്ങൾ ധരിക്കണം എന്ന് വെച്ചാൽ ഏതെല്ലാം സ്മൃതികൾ ഉറപ്പായിട്ടും നമ്മൾ കൊണ്ടുവരണം എന്താണ് പറഞ്ഞത്. അല്ല, ഒന്നാമത്തെ തിലകം ഏതായിരുന്നു? വിജയത്തിന്റെ തിലകം. അതായത് ഞാൻ കൽപ്പകൽപ്പത്തെയും വിജയി ആത്മാവാണ്, ഈ ഒരു സ്മൃതി കൊണ്ടുവരിക. രണ്ടാമത്തേതാണ് കമ്പൈൻഡ് സ്വരൂപത്തിന്റെ തിലകം. അതായത് ഞാൻ ബാബയുടേതാണ്, ബാബ എന്റേതാണ്, ബാബ സദാ എന്റെ കൂടെയുണ്ട്, ഞാൻ സുമംഗലിയാണ്. ഇതാണ് രണ്ടാമത്തെ തിലകം. മൂന്നാമത്തേത് 3 ബിന്ദുക്കളുടെ തിലകമാണ്. 3 ബിന്ദുക്കൾ ഒരുമിച്ചുള്ള തിലകം. അതായത് ആത്മാ എന്നുള്ള ബിന്ദു, അതായത് ആത്മസ്മൃതി. രണ്ടാമത് ബാബ എന്ന ബിന്ദു, ബാബയുടെ സ്മൃതി. മൂന്നാമത്തേത് ഡ്രാമയുടെ സ്മൃതി. ഡ്രാമയിൽ എന്ത് സംഭവിക്കുന്നുവോ അതിൽ മംഗളം അടങ്ങിയിട്ടുണ്ട്. ഇനി നാലാമത്തെ ബിന്ദുവാണ്, അല്ലെങ്കിൽ നാലാമത്തെ തിലകമാണ് മാസ്റ്റർ സർവശക്തിവാൻ എന്നുള്ള തിലകം. ഉറപ്പായിട്ടും നമ്മൾ ധരിക്കേണ്ട, അണിയേണ്ട ഒരു തിലകമാണിത്, മാസ്റ്റർ സർവശക്തിവാൻ. എന്തുകൊണ്ടാണ്? കാരണം എപ്പോൾ മുതലാണോ നമ്മൾ ബാബയുടേതാകുന്നത് അപ്പോൾ മുതൽ മായ നമ്മളെ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങും. മായ ശക്തമായിട്ട് നമ്മുടെ അടുത്ത് വരും. പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്രമാത്രം ശക്തിശാലിയാണോ അതനുസരിച്ചായിരിക്കും മായയെ നമ്മുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ വരുന്നത്. അപ്പോ ഉറപ്പായിട്ടും നമ്മുടെ കപ്പാസിറ്റിയേക്കാൾ അല്പം കൂടുതലായിരിക്കും മായ നമ്മളോട് യുദ്ധം ചെയ്യാൻ വരുന്ന രീതി. അതുകൊണ്ട് മാസ്റ്റർ സർവശക്തിവാൻ എന്നുള്ള സുമാനം ധാരണ ചെയ്യും. കാരണം എന്താണ് ഈ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറഞ്ഞാല്? സർവശക്തിവാന്റെ സർവശക്തികളുടെയും അധികാരി കുട്ടിയാണ് ഞാൻ.
സർവശക്തിവാന്റെ കുട്ടിയാണ് ഞാൻ. അപ്പൊ സർവശക്തിവാൻ സദാ എന്റെ കൂടെ ഉണ്ടാകും. ഈ ഒരു ഓർമ്മ വരുമ്പോ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ എന്നാല് സർവശക്തിവാന്റെ സന്താനം, എല്ലാ ശക്തികളും എന്റെ കൂടെയുണ്ട്, സർവശക്തിവാനും എന്റെ കൂടെയുണ്ട്. ഈ ഒരു സ്മൃതി വരുമ്പോൾ മായ എന്തെല്ലാം തരത്തിൽ ഒപ്പോസ് ചെയ്താലും നമുക്കതിനെ ജയിച്ച് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മാസ്റ്റർ സർവശക്തിവാൻ എന്നുള്ള തിലകം ഉറപ്പായിട്ടും ധരിക്കുക. ഈ രണ്ടാമത്തേതാണ് സ്മൃതിയുടെ തിലകം. അതായത് ഭക്തി മാർഗത്തിൽ സ്നാനത്തിന് ശേഷം നമ്മൾ തിലകം ധരിക്കാറുണ്ട്. അതുപോലെ ജ്ഞാന സ്നാനം ചെയ്തതിന് ശേഷം സ്മൃതിയുടെ തിലകം ലഭിക്കുക. അമൃതവേളയിൽ ഈ സ്മൃതിയുടെ തിലകം ഇടാനായിട്ട് പലപ്പോഴും കുട്ടികൾ മറക്കാറുണ്ട്. ചിലപ്പോൾ തിലകം ഇട്ടാലും അതിനെ മായ്ച്ചു കളയാറുണ്ട്. തിലകം ഇടും, പക്ഷെ അറിയാതെ നമ്മുടെ കൈ തട്ടി മാഞ്ഞു പോകുന്ന കണ്ടിട്ടില്ല. അതേപോലെ ചില കർമ്മങ്ങൾ കാരണം നമ്മൾ മറന്നു പോകും. ചിലർക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് മസ്തകത്തിലിട്ട തിലകം അങ്ങ് പോകും. അങ്ങനെയും ചില കുട്ടികളുണ്ട്. അതായത് തിലകമൊക്കെ ഇടുന്നുണ്ടെങ്കിലും നമ്മുടെ തന്നെ ചില സങ്കല്പങ്ങൾ, കർമ്മങ്ങൾ കാരണം അതൊക്കെ മറന്നു പോവാണ്. അപ്പൊ ബാബ പറയാണ്, അമൃതവേളയില് സ്മൃതിയുടെ തിലകം ഇട്ട് കഴിഞ്ഞാല് അതിനെ മായ്ക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് സുമംഗലി തിലകം, അലങ്കാരം, അതേപോലെ യോഗി സ്ഥിതിയുടെ അടയാളം, ഇതെല്ലാം നിങ്ങളുടെ മസ്തകത്തിൽ ഉറപ്പായിട്ടും കാണും. എല്ലാ സ്മൃതികളുടെയും തിലകം ഉണ്ടായിരിക്കും. ഈ ലാസ്റ്റത്തേതാണ് സഫലതയുടെ തിലകം. സഫലത എന്താണ് ബാബ പറയണം, ഭാഗ്യവിധാതാവായിട്ടുള്ള ബാബ ആജ്ഞാകാരി കുട്ടികൾക്ക് ദിവസേന അമൃതവേളയില് സഫലതയുടെ തിലകം തരുന്നുണ്ട്. അപ്പൊ ബാബ പറയാണ്, ഞാൻ ഈ തിലകം തൊടാൻ വേണ്ടി വരുമ്പോ ചില കുട്ടികൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും അത്ര. ആലോചിച്ച് നോക്കൂ. അതായത് ബാബ തിലകം തൊടാൻ വേണ്ടി വരികയാണ്. ഈശ്വരീയ ജീവിതം എടുത്തു, ബ്രാഹ്മണ ജീവിതം എടുത്തു, എന്ത് കാര്യം ബ്രാഹ്മണ ജീവിതത്തിൽ നിങ്ങൾ ചെയ്താലും സഫലത കിട്ടും, അത് ഉറപ്പാണ്. പക്ഷെ ആ തിലകം തൊടാൻ വേണ്ടി ബാബ അമൃതവേളയിൽ വരുമ്പോ ബാബ കാണുന്ന എന്താണ്, ചില കുട്ടികൾ ഉറങ്ങിക്കിടക്കുകയാണ്. അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്. ഉണർന്നിരിക്കുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ് അത്ര. അപ്പൊ ഏതുപോലെ ദീപാവലിയിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ദീപം കത്തിച്ചു വെക്കാറുണ്ട്, അതിനുശേഷം വൃത്തിയാക്കി ലക്ഷ്മിയെ ആഹ്വാനം ചെയ്യുന്നു. ഇവിടെ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ആരാണെന്നറിയോ? ലക്ഷ്മിയുടെയും കൂടെ രചയിതാവായിട്ടുള്ള ശിവബാബയാണ് അമൃതവേളയിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പൊ നല്ല പോലെ തെളിഞ്ഞിരിക്കുന്ന ജ്യോതിയുടെ അടുത്തേക്കാണ് ശിവബാബ വരുള്ളൂ അത്ര. ബാക്കിയുള്ളവര് നോക്കുമ്പോ വന്നിട്ട് കാര്യമില്ലല്ലോ, കാരണം നോക്കുമ്പോ ബാബ വന്ന് നോക്കുമ്പോ എന്താ ഉറങ്ങിക്കിടക്കുക. അപ്പൊ ബാബ ഡെയിലി നമുക്ക് സഫലതയുടെ തിലകം അണിയിക്കുന്നുണ്ട്. അപ്പൊ ആ സഫലതയുടെ തിലകം തീർച്ചയായിട്ടും നമ്മൾ ധരിക്കണം, ബാബയെ കൊണ്ട് തൊടുവിക്കണം. ഓക്കെ, ഇനി അമൃതവേളയിൽ തിലകം തൊടണം എന്ന് പറഞ്ഞു അല്ലെ. ഇനി അടുത്തത് പറയാണ്, അമൃതവേളയിൽ ബാബയിൽ നിന്ന് വരദാനം എടുക്കണം. അപ്പൊ വരദാനം എടുക്കുന്നതിന് ബാബയിൽ നിന്ന് വരദാനം എടുക്കുന്നതിന് സ്വയത്തെ യോഗ്യനാക്കി മാറ്റണം. കാരണം ബാബ ഏതുപോലെ ദിവസേന തിലകം തൊടാൻ വരുന്നു, അതേപോലെ ദിവസേന വരദാനങ്ങളും തരുന്നുണ്ട്. അപ്പൊ ദിവസേന ബാബയിൽ നിന്ന് വരദാനം എടുക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഒരിക്കലും കംസോറാകില്ല, ദുർബലമാകില്ല. അപ്പൊ ബാബയോട് സ്നേഹമുള്ള ആത്മാവ് ബാബയിൽ നിന്ന് സർവ വരദാനങ്ങളും എടുക്കുന്നതിന് യോഗ്യതയുള്ള ആത്മാവായി. അവർക്കൊന്നും പറ്റാത്തതായിട്ടുണ്ടാവില്ല അല്ലെ. വരദാനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, എല്ലാം സഹജമായിട്ട് സംഭവിക്കുന്നു, എല്ലാം സഹജമായി ചെയ്യാൻ പറ്റുന്നു, അതാണ് അവർക്കൊന്നും സാധിക്കാത്തതായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ബാബ എന്തെല്ലാം വരദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഈശ്വരീയ ജീവിതത്തിൽ. എന്ത് ചെയ്യണം? അമൃതവേളയിൽ വരദാനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. അതായത് എന്തെല്ലാം വരദാനങ്ങൾ ബാബ നമുക്ക് തന്നിട്ടുണ്ട്, അതെല്ലാം ഓർമ്മിക്കുമ്പോൾ തന്നെ ആത്മാവ് ശക്തിശാലിയാണ്.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. അമൃതവേളയിൽ പിന്നെ സമയം എവിടെ ഉറങ്ങാനായിട്ട്? ഒരുപാട് ബിസിയാണ് ആത്മാവ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയുണ്ട്. ബാബയുമായിട്ട് സർവ സംബന്ധങ്ങളുടെ അനുഭവം ചെയ്യുന്നു. ബാബയുമായിട്ട് സർവ സംബന്ധങ്ങളുടെയും അനുഭവം ചെയ്യണം. കാരണം ബാബ ഭോലെ ഭണ്ഡാരിയാണ്, അല്ലെ? ചിലരങ്ങനെയാണ്. ചിലരോട് അല്പം സ്നേഹം കാണിച്ചാല് അവർ നമുക്ക് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെയുള്ള ചില ആത്മാക്കളുണ്ട്, അല്ലെ? അതേപോലെ ശിവബാബ അങ്ങനെയാണ്, ഭോലെ ഭണ്ഡാരിയാണ്. കുറച്ചൊന്ന് ചെയ്താൽ മതി, കുറച്ചൊന്ന് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ബാബ എല്ലാം നമുക്ക് വേണ്ടി തുറന്നു തരും. എത്ര വേണമെങ്കിലും എടുത്തോളൂ, സർവ്വ ഗുണങ്ങൾ എടുത്തോളൂ, സർവ്വശക്തികൾ എടുത്തോളൂ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ബാബയുമായിട്ട് സംബന്ധം യോജിപ്പിക്കണം. എന്നാലേ ബാബ നമുക്ക് വേണ്ടി തുറന്നു തരൂ. കുട്ടിയുടെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, ഫ്രണ്ടിന്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, ഹായിയുടെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, ടീച്ചറിന്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ. എന്താണെങ്കിലും ബാബ പറയാണ്, ഏതെങ്കിലും രീതിയിൽ ബാബയുമായിട്ട് സംബന്ധം യോജിപ്പിക്കണം. എന്നാലും ബാബ നമ്മളോട് ആവശ്യപ്പെടുന്ന ഇതാണ്, സർവ്വ സംബന്ധങ്ങളാലും ബാബയെ ഓർമ്മിക്കണം. എന്റെ ലോകം തന്നെ ബാബയാണ്. അതാണ് സർവ്വ സംബന്ധങ്ങളാലും ബാബയെ ഓർമ്മിക്കുക എന്ന് പറയുമ്പോൾ എന്റെ ലോകം തന്നെ ബാബയാണ്. എന്റെ ലോകം എന്ന് പറയുമ്പോൾ എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ ബന്ധുക്കള്, എന്റെ സഹോദരങ്ങള്, എന്റെ കൂട്ടുകാര്, എന്റെ കുട്ടി, മക്കള്, എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്റെ വൈഫ് എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ എല്ലാ സംബന്ധവും ആരായിട്ടാണ്? ബാബയും. ഇനി അങ്ങനെ ആരാണോ എല്ലാ സംബന്ധവും ബാബയുമായിട്ട് അമൃതവേളയിൽ തന്നെ യോജിപ്പിക്കുന്നത്, ആ സുഖം അനുഭവിക്കുന്നത്, അവര് സഹജമായിട്ട് നഷ്ടോമോഹയാകും. മോഹം മറ്റുള്ളവരിൽ നിന്ന് മാറ്റാൻ വേണ്ടി, മമത്വം മറ്റുള്ളവരിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ശരീരത്തിന്റെ സംബന്ധികളുമായിട്ടൊക്കെ എനിക്ക് മോഹം ഉണ്ടാകും. അപ്പൊ അവരിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ബാബയുമായിട്ട് സർവ്വ സംബന്ധങ്ങളെ യോജിപ്പിച്ചു, ആ സംബന്ധത്തിന്റെ സുഖം അനുഭവം ചെയ്തു. അതായത് ദിവസേന നോക്കണം, സർവ്വ സംബന്ധങ്ങളുടെയും സുഖം ഞാൻ ദിവസേന ബാബയിൽ നിന്ന് എടുക്കുന്നുണ്ടോ? എടുത്താൽ മാത്രം പോരാ, നമ്മൾ ആ സുഖത്തെ മറ്റുള്ളവർക്ക് കൊടുക്കും വേണം. അതായത് ആരാണോ ബാബയിൽ നിന്ന് സ്നേഹം എടുക്കുന്ന കുട്ടികള്, അവർക്ക് തീർച്ചയായും മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ സാധിക്കും. ആ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കാനും സാധിക്കും. അപ്പൊ അങ്ങനെ ബാബ പറയാണ്, നിങ്ങൾ അനുഭവം ചെയ്യുക, സുഖം എടുക്കുക, എന്നിട്ട് മറ്റുള്ളവർക്കും സുഖം കൊടുക്കുക. പറയാണ്, ഏതെങ്കിലും ഒരു സംബന്ധത്തിന്റെ അനുഭൂതിയിൽ നിന്ന് വഞ്ചിതരായിരിക്കുകയാണെങ്കിൽ മുഴുവൻ കൽപ്പത്തിലും വഞ്ചിതരാകുമത്രേ. എന്ന് പറഞ്ഞാൽ മുഴുവൻ കൽപ്പത്തിലും എന്താ പറയാ, ആ ഒരു സംബന്ധത്തിലൂടെയുള്ള സ്നേഹത്തിന്റെ പ്രാപ്തിയുടെ കുറവ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ സംബന്ധങ്ങളും അനുഭവം ചെയ്യണം. ആരെങ്കിലും ഒരാളെ മതി എന്ന് പറയുന്നത് ശരിയല്ല, അല്ലെ? എനിക്ക് അച്ഛൻ മാത്രം മതി, അമ്മ ഇല്ലേലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അച്ഛനും അമ്മയും മാത്രം മതി, സഹോദരങ്ങൾ ഇല്ലേലും കുഴപ്പമില്ല, ഫ്രണ്ട്സ് ഇല്ലേലും കുഴപ്പമില്ല. എങ്ങനെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ ബാബ പറയാണ്, ഈ സംബന്ധങ്ങളെല്ലാം തന്നെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ സംബന്ധത്തിനും അതിൻ്റെതായ സുഖമുണ്ട്, അതിൻ്റെതായ പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സംബന്ധത്തിലും ബാബയുമായിട്ട് ബന്ധം യോജിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രാപ്തി ആത്മാവിനെ അനുഭവം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത്, എല്ലാ സംബന്ധങ്ങളും ബാബയുമായിട്ട് യോജിപ്പിക്കണം എന്നത്. പിന്നെ അമൃതവേളയില് ദിവ്യ ബുദ്ധി യൂസ് ചെയ്യണം. എല്ലാ കുട്ടികൾക്കും ബാബ ദിവ്യ ബുദ്ധിയുടെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പക്ഷെ ആ ഗിഫ്റ്റിനെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് കുട്ടികളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ബാബ പറയാണ്, ദിവ്യ ബുദ്ധിയുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിന് സമാനമാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ദിവ്യ ബുദ്ധിയുടെ ലിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബുദ്ധി കൊണ്ട് എന്തൊക്കെയാ നമ്മൾ ചെയ്യാറ്? ബുദ്ധി കൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി ബുദ്ധി എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയാണ്, അല്ലെ?
അറിവിന്റെ കാഴ്ചയാണ്, ജ്ഞാനത്തിന്റെ നേത്രമാണ്. അപ്പോ അമൃതവേളയില് സ്നേഹം ഉണ്ടായിരിക്കണം, ഒപ്പം തന്നെ ജ്ഞാനം ഉണ്ടായിരിക്കണം. ജ്ഞാനത്തിന്റെ ആധാരം അല്ലെങ്കിൽ ജ്ഞാനത്തിലൂടെ ബാബ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് ഓർമ്മ വരും. അതാണ് ദിവ്യ ബുദ്ധിയെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ പറയാണ് അമൃതവേളയിൽ കുട്ടികൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ആത്മീയ ഡ്രില്ലിന്റെ അഭ്യാസം ചെയ്യുക. ആത്മീയ ഡ്രില്ലിന്റെ അഭ്യാസം ചെയ്യാം. ബാബ ഡ്രിൽ മാസ്റ്റർ ആണ്. നമ്മളെല്ലാവരും ബാബയുടെ ഡ്രിൽ വിദ്യാർത്ഥികളാണ്. നമുക്കൊക്കെ കുറച്ച് ഭാരം കൂടുതലാണ്. ഭാരം കൂടുതലാണ്. അതുകൊണ്ട് ബാബ പറയാണ്, എന്നോടൊപ്പം വരണമെങ്കിൽ എനിക്ക് സമാനാകണ്ടേ. എനിക്ക് സമാനാകണമെങ്കിൽ കുട്ടികൾ ഡ്രിൽ ചെയ്യണം, എന്നാലേ പറ്റൂ. എന്നാലേ നിങ്ങളുടെ ഭാരം കുറയും. എന്ത് ഭാരമാണ് ആത്മാവിലുള്ളത്? കുറെ വികർമ്മങ്ങളുടെ ഭാരമുണ്ട്, കുറെ വ്യർത്ഥത്തിന്റെ ഭാരമുണ്ട്, മറ്റനേകം ഭാരം ആത്മാവില് കടന്നുകൂടിയിട്ടുണ്ട്, പല വിധത്തിലുള്ള വേസ്റ്റുകൾ. അപ്പൊ നമുക്കറിയാം, ഈ ശരീരത്തിൽ തന്നെ വേസ്റ്റ് ഒക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ ശരീരം വളരെ രോഗിയായിട്ട് മാറും, വളരെ മോട്ടയായിട്ട് മാറും, അല്ലെ? തടിച്ച് ഇരിക്കും എക്സ്ട്രാ വരുമ്പോ. അപ്പൊ ബാബ പറയാണ്, ഡ്രില്ല് ചെയ്യുമ്പോൾ ഇതുപോലെ ശരീരം ശക്തിശാലിയാകുന്നു, നിരോഗിയാകുന്നു, ഹെൽത്തി ആകുന്നു. അതേപോലെ ആത്മാവിനെ ലൈറ്റ് ആക്കാനുള്ളത് ഡ്രില്ലിന്റെ അഭ്യാസമാണ്. അപ്പൊ ഡ്രിൽ എന്തൊക്കെയാണ് എന്നുണ്ട് ബാബ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 3 ലോകത്തിൽ സൈർ ചെയ്യുക, 3 ലോകത്തിൽ ചുറ്റിക്കറങ്ങുക. ഒന്ന്, ഞാൻ സാകാര ലോകത്തില്, സാകാര ശരീരത്തിലിരിക്കുന്ന ആത്മാ. അടുത്ത സെക്കൻഡിൽ ഞാൻ സൂക്ഷ്മവദനത്തില് ബാബ് ദാദയുടെ മുന്നില് പരിസ്ഥയായി പരിസ്ഥ ഡ്രസ്സിൽ ഇരിക്കുക. അടുത്ത സെക്കൻഡില് ഞാൻ നിരാകാരി ലോകത്തിൽ നിരാകാര ബാബയുടെ അടുത്ത് നിരാകാരിയായിട്ടിരിക്കുകയാണ്, ബിന്ദുവായിട്ടിരിക്കുകയാണ്. വീണ്ടും അടുത്ത സെക്കൻഡില് സൂക്ഷ്മവദനത്തിൽ പരിസ്ഥയായിട്ടിരിക്കും. അടുത്ത സെക്കൻഡില് സാകാര ശരീരത്തിൽ വന്നിരിക്കും. അപ്പൊ ഇങ്ങനെ മാറി 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 ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രില്ല്. അടുത്ത ഡ്രില്ലാണ് 5 സ്വരൂപത്തിന്റെ അഭ്യാസം. അനാദി സ്വരൂപം, ആദി സ്വരൂപം, പിന്നെന്താണ്? മധ്യ സ്വരൂപം, പൂജ്യ സ്വരൂപം, പിന്നെ ബ്രാഹ്മണ സ്വരൂപം, ലാസ്റ്റ് ഫെരിസ്ത സ്വരൂപം. ഈ 5 സ്വരൂപത്തിന്റെ അഭ്യാസം. പിന്നെ ഇടയ്ക്ക് നമ്മൾ അഭ്യസിക്കുമ്പോൾ സാകാര ലോകത്തിന്റെയും നിരാകാര ലോകത്തിന്റെയും മാത്രം അഭ്യാസം ചെയ്യാം. അതായത് ഞാൻ സാകാരത്തിലിരിക്കുന്ന ആത്മാവ് സെക്കൻഡിൽ നിരാകാരിയായിട്ട് നിരാകാര ലോകത്തിൽ പോകുന്നു, അടുത്ത സെക്കൻഡിൽ തിരിച്ചു വരുന്നു, വീണ്ടും അടുത്ത സെക്കൻഡില് മുകളിലേക്ക് പോകുന്നു. അപ്പൊ ഇതിനെയാണ് അശരീരി സ്ഥിതിയുടെ അഭ്യാസം എന്നൊക്കെ പറയും. അങ്ങനെ പല പല ഡ്രില്ലുകൾ ബാബ തന്നിട്ടുള്ളത്. ആ ഡ്രില്ലുകളുടെ അഭ്യാസം മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. എക്സസൈസ് ചെയ്യുമ്പോൾ രാവിലെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഉറപ്പായിട്ടും കുറെ പ്രാവശ്യം കുമ്പിടും എഴുന്നേൽക്കും, കുമ്പിടും എഴുന്നേൽക്കും, കൈ നീട്ടും കാല് നീട്ടും, അല്ലെ? അങ്ങനെ എത്രയോ പ്രാവശ്യം ചെയ്യുന്നു. അപ്പൊ അതുപോലെയാണ് ഡ്രില്ലിന്റെ അഭ്യാസം ചെയ്യേണ്ടത്. ഇത് ആത്മാവിനെ ലൈറ്റ് ആക്കി മാറ്റും, നിരോഗിയാക്കി മാറ്റും. അപ്പോ ബാബയ്ക്ക് സമാനം വെയിറ്റ്ലെസ് ആയിട്ട് മാറാൻ നമ്മളെ സഹായിക്കും. ഇനി ബാബ പറയാണ്, അമൃതവേളയിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യം മനനം ചെയ്യുക. എന്ത് മനനം ചെയ്യണം? ബാബ തന്നിട്ടുള്ള പോയിന്റ്സ്, ബാബ തന്നിട്ടുള്ള ജ്ഞാനസാഗരമാണ് ബാബ. ദിവസേന നമുക്ക് അനേകം ജ്ഞാനത്തിന്റെ പോയിന്റ്സ് ബാബ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ എല്ലാ പോയിന്റ്സും കൂടെ നമുക്ക് ദഹിപ്പിക്കണ്ടേ? എല്ലാ പോയിന്റ്സും സ്വന്തമാക്കട്ടെ. സ്വന്തമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മനനം ചെയ്യണം. അപ്പൊ മനനം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് അമൃതവേള തന്നെയാണ്. ജ്ഞാനത്തിന്റെ മനനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ആത്മാവിനെ പവർഫുൾ ആക്കും, ജ്ഞാനം ധാരണ ചെയ്യാനായിട്ട് സഹായിക്കും. ഒന്ന് അമൃതവേളയിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് മനനം. പിന്നെ അമൃതവേളയിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സേവനം.
ശാന്തി ദൂതരായിട്ട് വിശ്വത്തിൽ മുഴുവൻ ശാന്തി കൊടുക്കുന്ന അഭ്യാസം തീർച്ചയായിട്ടും ചെയ്യും. കാരണം ലോകം മുഴുവനും അശാന്തമാണ്. ഈ വിശ്വത്തിന്റെ അശാന്തിയെ മാറ്റാനായിട്ട് ആരെങ്കിലും ബാബ അതിന് നിമിത്തമായി വന്നിരിക്കുന്ന ഒരാളാണ്. അത് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ ബാബ പറഞ്ഞു, ഞാൻ അത് സ്വയത്തേക്ക് അങ്ങോട്ട് ചെയ്യില്ല, നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് ആ ഒരു കാര്യം ചെയ്യാൻ. അപ്പൊ അത് ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പൊ ചിന്തിക്കണം, ഞാൻ ബാബ പറഞ്ഞു വിട്ട ആത്മാവാണ് എന്ന് പറഞ്ഞാൽ അവതരിക്കപ്പെട്ട ആത്മാവാണ്. സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടി വരുമ്പോൾ, സ്പെഷ്യൽ കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യുന്നു, അതിനാണ് സ്പെഷ്യൽ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്തത് ആരാണ്? അവതാരങ്ങളാണ്. അപ്പൊ നിങ്ങൾ കുട്ടികൾ അവതാരങ്ങളാണ്. എന്തിന്റെ അവതാരം? ശാന്തിയുടെ അവതാരം. അങ്ങനെ ശാന്തിയുടെ അവതാരമായി ശാന്തി ദൂതനായിട്ട് മുഴുവൻ വിശ്വത്തിന്റെയും സേവനം ചെയ്യാം. മുഴുവൻ വിശ്വത്തിലും ശാന്തി കൊടുക്കുന്നതിന്റെ സേവനം ചെയ്യാം. പിന്നെ അടുത്തത് അമൃതവേളയിൽ ചെയ്യേണ്ട വേറൊരു കാര്യമാണ്. അതായത് അമൃതവേളയില് ത്രികാലദർശി സ്ഥിതിയുടെ അനുഭവം ചെയ്യാം. ത്രികാലദർശിയാകുമ്പോൾ ബാബ പറയാണ്, 3 കാലങ്ങളുടെയും ജ്ഞാനം ബുദ്ധിയിൽ വെച്ചിട്ട്, 3 കാലങ്ങളുടെയും ജ്ഞാനം ബുദ്ധിയിൽ വെച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതാണ് ത്രികാലദർശി എന്ന് പറയുന്നത്. അപ്പൊ ആ 3 കാലങ്ങളുടെയും ജ്ഞാനം ബുദ്ധിയിൽ വെച്ചിട്ട് കാര്യങ്ങൾ എടുക്കുന്നത് നമ്മൾ മുഴുവൻ ദിവസത്തിലാണ്. പക്ഷെ ഈ 3 കാലങ്ങളെ കുറിച്ചുള്ള സ്മൃതി സ്പഷ്ടമാക്കേണ്ടത് അമൃതവേളയിലാണ്. അപ്പൊ ഒരു കാര്യം നമുക്ക് തീരുമാനമെടുക്കണമെങ്കിൽ, നമ്മളൊരു കാര്യം, ഒരു പ്രശ്നം മുന്നിൽ വന്നു, അതിൽ ശരിയായ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബുദ്ധിയിൽ അതിൻ്റെതായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം, അല്ലെ? നേരത്തെ തന്നെ നോളജ് ഉണ്ടെങ്കിലേ കാര്യങ്ങളിൽ സ്പഷ്ടമായ തീരുമാനം എടുക്കാൻ സാധിക്കൂ. അതേപോലെ തന്നെയാണ് അമൃതവേളയില് ത്രികാലദർശി സ്ഥിതിയുടെ അനുഭവം ചെയ്തിട്ടുള്ള ആത്മാവാണ് ഞാൻ എങ്കിൽ, മുഴുവൻ ദിവസത്തിലും എന്തെല്ലാം കാര്യങ്ങൾ മുന്നിൽ വരുന്നാലും, എത്രയെല്ലാം കാര്യങ്ങൾ മുന്നിൽ വന്നാലും ആ സമയത്ത് എനിക്ക് കാര്യങ്ങളിലെ വേഗത്തിൽ തീരുമാനം എടുക്കാൻ സാധിക്കും, ശരിയായ തീരുമാനം എടുക്കാൻ സാധിക്കും. കാരണം എന്താണ്? ഞാൻ ആദ്യമേ തന്നെ എന്റെ ബുദ്ധിയിൽ ആ ജ്ഞാനം നിറച്ചു വെച്ചിട്ടുണ്ട്, ത്രികാലദർശിയുടെ ജ്ഞാനം നിറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി മാത്രം, താൽക്കാലിക ലാഭം നോക്കാതെ ഉള്ള തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെ വളരെയധികം നേട്ടമുണ്ടാക്കുന്ന, എനിക്കും എല്ലാവർക്കും നേട്ടമുണ്ടാക്കുന്ന ഒരു എടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. അതിനുവേണ്ടി ബാബ പറയാണ്, അമൃതവേളയിൽ 3 കാലങ്ങളുടെ ദർശനം ചെയ്യേണ്ടത് അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ അഭ്യാസം, അതായത് 5 സ്വരൂപങ്ങളുടെ അഭ്യാസം ചെയ്യുമ്പോൾ അതിലത് വരുന്നുണ്ട്. എന്നാലും ആ ഒരു സമാനം കൂടെ ഓർമ്മിക്കാൻ ഞാൻ ത്രികാലദർശിയാണ്. ഇനി അടുത്ത എന്താണ്? ആത്മാവിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ട സമയം അതാണ്. അതായത് ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ എപ്പോഴാണ്? രാവിലെയാണ്. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഇതെല്ലാം പ്ലാൻ ചെയ്യും നമ്മൾ രാവിലെ എഴുന്നേറ്റ്. അപ്പൊ നോക്ക്, ബാബ പറയാണ്, അമൃതവേളയിൽ നിങ്ങൾ ആത്മാവിനുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക. ശരീരത്തിനുള്ള ടൈം ടേബിൾ ഒക്കെ നിങ്ങൾ ഓൾറെഡി സെറ്റാണ്. ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാണ്ട്, എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ ചിലപ്പോൾ തലേദിവസം രാത്രി തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോ പറയാണ്, ആത്മാവിനുള്ള ടൈം ടേബിൾ എന്ന് പറഞ്ഞാല് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ ഇന്ന സ്ഥിതിയിലിരിക്കും, ഇന്ന കാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്ന സ്ഥിതിയുടെ അഭ്യാസം ചെയ്യും, ഇന്ന സ്ഥലത്ത് പോകുന്ന സമയത്ത്, വണ്ടി ഓടിക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, ഇന്ന ആൾക്കാരുമായിട്ട് മിലനം ചെയ്യുന്ന സമയത്ത്, മീറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതുപോലെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്നു. അപ്പൊ ആ സമയത്തെല്ലാം ഞാൻ ഇന്ന സ്ഥിതിയിലിരിക്കും. അതാണ് മനസ്സിന്റെ ടൈം ടേബിൾ, അല്ലെങ്കിൽ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ എന്ന് പറയും. അപ്പൊ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ഈ ടൈം ടേബിൾ ഉറപ്പായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. എപ്പോഴാണ്? അമൃതവേള സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും സെറ്റ് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം ചെയ്യാനുള്ളത്,
ആശീർവാദങ്ങൾ എടുക്കുക, ആശീർവാദങ്ങൾ കൊടുക്കുക. ആശീർവാദങ്ങൾ എടുക്കുക, ആശീർവാദങ്ങൾ കൊടുക്കുക. എങ്ങനെയാണ്? നമുക്ക് എപ്പോഴാണ് ഒരാളുടെ ആശീർവാദം കിട്ടുക? ഞാൻ ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുത്തു, അതിലാൾ ഹാപ്പിയായി, സന്തുഷ്ടമായി. ഓട്ടോമാറ്റിക്കലി അവരുടെ ആ സന്തോഷം എനിക്ക് ആശീർവാദമായിട്ട് മാറും. ഞാൻ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുന്നു, എനിക്ക് വേണ്ടി ചെയ്തായിരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തായിരിക്കാം, പക്ഷെ അതിലൂടെ ദുഃഖമുണ്ടായി. ആ ദുഃഖത്തിന്റെ വൈബ്രേഷൻ എനിക്ക് ശാപമാണ്. ആശീർവാദങ്ങൾ എടുക്കുക, ആശീർവാദങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? എല്ലാവരെയും സന്തുഷ്ടമാക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. യോഗത്തിലൂടെയും നമുക്കത് ചെയ്യാൻ സാധിക്കും, കർമ്മത്തിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ 3 പവേഴ്സ് ആണിത്: സങ്കല്പം, ശബ്ദം, കർമ്മം. അല്ല, ഏറ്റവും പവർഫുൾ സങ്കല്പം തന്നെയാണ്. അപ്പൊ ആ സങ്കല്പത്തില് അമൃതവേളയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ശുഭഭാവന, ശുഭസങ്കല്പത്തിലൂടെ മുഴുവൻ ലോകത്തിനും വൈബ്രേഷൻ കൊടുക്കുക. നമ്മൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആത്മാക്കളും അല്പസമയമെങ്കിലും അത് അനുഭവം ചെയ്യുന്നുണ്ട്. ശാന്തിയെങ്കിൽ ശാന്തി അനുഭവം ചെയ്യുന്നുണ്ട്. ആ ശാന്തിയുടെ അനുഭവം ചെയ്യുമ്പോൾ ആ ആത്മാവ് അനുഭവിക്കുന്ന സന്തോഷം അത് നമുക്ക് ആശീർവാദമായിട്ട് മാറും. അപ്പൊ തീർച്ചയായിട്ടും അമൃതവേളയിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ആശീർവാദങ്ങൾ എടുക്കുക. പിന്നെ ആശീർവാദങ്ങൾ കൊടുക്കുക. ആരെന്തൊക്കെ ചെയ്താലും ഞാൻ അവരുടെ മേല് ദേഷ്യപ്പെടുന്നില്ല, എനിക്ക് അവരുടെ മേല് വെറുപ്പ് വരുന്നു. ഇതാണ് ആശീർവാദങ്ങൾ കൊടുക്കുക. അതായത് നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? സോറി മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് അല്ലെ? കാരണം നമ്മളെ സൃഷ്ടിയില് ഒരു കൽപ്പം മുഴുവൻ പാർട്ട് അഭിനയിച്ചവര്, അല്പകൽപ്പവും പാർട്ട് അഭിനയിച്ചവരാണ്. പക്ഷെ എല്ലാ കൽപ്പത്തിലും കണക്കൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കൽപ്പത്തിലെ കണക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഒരുപാട് ജന്മങ്ങൾ ഞാൻ പല പല ആത്മാക്കളുമായിട്ട് പാർട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ അവരുമായിട്ടുള്ള കണക്കുകളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോറി മെഡിറ്റേഷൻ നമ്മളെ ഒരുപാട് സഹായിക്കും. ഒരു ഗ്രൂപ്പ് ആത്മാക്കളെ എമർജ് ചെയ്യുക, മനസ്സുകൊണ്ട് അവരോട് സോറി പറയുക, അവരും നമ്മളോട് സോറി പറയുന്നു, ക്ഷമിക്കുന്നു. എല്ലാവരുടെയും മനസ്സ് നിർസങ്കല്പമാകുന്നു, നിശ്ചിന്തമാകുന്നു, സ്നേഹത്തിൻ്റെതായിട്ട് മാറുന്നു. ഇതാണ് ആശീർവാദങ്ങൾ കൊടുക്കുന്നു, ആശീർവാദങ്ങൾ എടുക്കുന്നു. ഓക്കെ. ഓം ശാന്തി. ഓം ശാന്തി. ഞാൻ അല്പസമയത്തേക്ക് എന്നിലേക്ക് തന്നെ ഒന്നെത്തി നോക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആത്മാ, പ്രകാശിക്കുന്ന ഊർജം, നക്ഷത്ര സമാനം തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ, അന്തർമുഖതയുടെ ഗുഹയിലിരുന്ന് സ്വയം എന്നോട് തന്നെ സംസാരിക്കുന്നു. ഞാൻ എത്ര ശാന്ത സ്വരൂപനാണ്. ശാന്തി എൻ്റെ ജീവിതത്തിൽ സന്തുലനം കൊണ്ടുവരുന്ന ഒന്നാണ്. ശാന്തി എന്നിൽ പവിത്ര വിചാരം കൊണ്ടുവരും. ശ്രേഷ്ഠ ഭാവന ശുഭ ഇച്ഛകളെ ഉണർത്തുന്നു.
ശാന്തമായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ വ്യർത്ഥത്തിൽ നിന്നും സമർത്ഥത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശാന്തി എൻ്റെ ധർമ്മമാണ്. ഈ ശാന്തിയിലൂടെ എൻ്റെ മനസ്സ് ഏകാഗ്രമാകുന്നു. എന്നിലെ സൈലൻസിന്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിൽ സർവഗുണങ്ങളുടെയും അനുഭൂതി ഉണ്ടാകും. ഞാൻ കുശലതയുള്ളവനാണ്. ഈ അവസ്ഥയിൽ ഞാൻ സന്തോഷത്തിന്റെ അനുഭൂതി ചെയ്യും. ശാന്തി ഒരു പരമമായ ശക്തിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ അനുഭവത്തിന്റെ ആധാരത്തിൽ തിരിച്ചറിയുന്നു. അന്തർമുഖത, ഏകാഗ്രതയിലൂടെ ഞാൻ ശാന്തസ്വരൂപസ്ഥിതിയിൽ പൂർണ്ണമായും എത്തിച്ചേരുന്നു. ഞാനിപ്പോൾ ശാന്തസ്വരൂപസ്ഥിതിയിലിരിക്കുന്നു. ഞാൻ ദേഹി അഭിമാനി അവസ്ഥയിൽ. സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അധികാരിയായി ഞാൻ ദേഹി ഈ ശരീരത്തിൽ വേറിട്ടിരിക്കുന്നു. ഞാൻ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അധികാരിയാണ്. ദേഹത്തിൽ ഇരുന്നു കൊണ്ടും ദേഹി, ഞാൻ ദേഹമല്ല, ദേഹിയാകുന്നു. ഈ സ്ഥൂലമായ നേത്രങ്ങളിലൂടെ ഞാൻ മുഴുവൻ ലോകത്തെയും നോക്കിക്കാണുകയാണ്. ഈ ചെവികളിലൂടെ കേൾക്കുന്നതും ഞാൻ ദേഹി തന്നെ. വായ്മുഖേന സംസാരിക്കുന്നതും ഞാൻ ദേഹി തന്നെ. ഞാൻ ദേഹി ആത്മസ്വരൂപത്തിൽ സ്ഥിതമായിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രൗഢിയിൽ ഇരിക്കുകയാണ്. എല്ലാത്തിൽ നിന്നും വേറിട്ട അവസ്ഥ. ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ വേറിട്ടിരിക്കുന്നു. ഈ ദേഹത്തിൻ്റെ ബോധം, വ്യക്തി, വസ്തു, വൈഭവങ്ങൾ, സംസ്കാരം, ഇതിൽ നിന്നൊക്കെ ഞാൻ ഉപരി
അധികാരിയായി. ഞാൻ ആത്മസ്ഥിതിയിൽ സ്ഥിതമായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പരിപൂർണമായും ആത്മസ്ഥിതിയിലാണ്. ഞാൻ പരിപൂർണമായും ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. നിരാകാരി, നിർവികാരി, നിരഹങ്കാരി ബ്രഹ്മബാബ ഈ അവസ്ഥയിൽ അവ്യക്തമായി. അങ്ങനെയുള്ള ബാബയെ നമുക്കും ഫോളോ ചെയ്യേണ്ടതുണ്ട്. ബാബ പറയുന്നു, മനസ്സുകൊണ്ട് നിരാകാരി, വാച നിരഹങ്കാരി, കർമ്മണായി നിർവികാരി. ആദ്യം ഇങ്ങനെ അനുഭവം ചെയ്യും, ഞാൻ ആത്മാവ്. തൻ്റെ ലൈറ്റിന്റെ ശരീരത്തിൽ സ്ഥിതി ചെയ്യും. തൻ്റെ നിരാകാരി സ്വരൂപത്തിൽ ഫീൽ ചെയ്യും. ഞാൻ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ തൻ്റെ പുരിക മധ്യത്തിൽ. തൻ്റെ നിരാകാരി സ്വരൂപത്തിൽ ഞാൻ ആത്മ. സങ്കല്പത്തിൽ സദാ നിരാകാരി.
നിരാകാരി തന്നെ സാകാരി, സദാ വേറിട്ടതും പരമാത്മാവിന് പ്രിയപ്പെട്ടതുമാണ്. കാര്യം ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ തൻ്റെ ഒറിജിനൽ സ്വരൂപത്തിൻ്റെ അഭ്യാസം ചെയ്യും. ഞാൻ ആത്മാ, നിരാകാരി, ഈ ശരീരം സാകാരി. ഈ ശരീരം വേറെ, ഈ ശരീരത്തെ നടത്തിക്കുന്ന ഞാൻ ആത്മാ, ജ്യോതിസ് സ്വരൂപം. ഞാൻ നിരാകാരി ആത്മാവാകുന്നു. നിരാകാരി അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നിരാകാരി ബാബയെ സ്വതവേ തന്നെ ഓർമ്മിക്കുന്നു. ഏതുപോലെ ബാബ ചെയ്യിപ്പിക്കുന്നവനാണ്, അതേപോലെ ഞാൻ ആത്മാ ചെയ്യിപ്പിക്കുന്നവനാണ്. കർമ്മബന്ധനത്തിൽ ബന്ധിക്കുന്നവനല്ല, സദാ മുക്താത്മാവാണ്. എത്രത്തോളം ഇടയ്ക്കിടയ്ക്ക് കർമ്മം ചെയ്യുമ്പോൾ നിരാകാരി സ്ഥിതിയുടെ അഭ്യാസം ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ നിരഹങ്കാരിയായി മാറും. ഇപ്പോൾ ഞാൻ ഈ അനുഭവം ചെയ്യുന്നു. നിരാകാരി, നിരഹങ്കാരി. ഞാൻ ആത്മാ, നിരാകാരി, നിരഹങ്കാരി. ഞാൻ ആത്മാ എപ്പോൾ വാചായിൽ വരുന്നു, അപ്പോൾ ഞാൻ സദാ നിരഹങ്കാരിയാണ്. സദാ രൂഹാനി മധുരതയും നിർമ്മാണതയും അനുഭവം ചെയ്യും. എപ്പോൾ കർമ്മത്തിൽ വരുന്നു, അപ്പോൾ എൻ്റെ വരദാനി ശബ്ദമാണ്. എൻ്റെ ശബ്ദം വരദാനി ശബ്ദമായി. സർവരെ പ്രതിയും ശുഭഭാവന, ശുഭകാമന വയ്ക്കുന്ന ശബ്ദം. ശബ്ദത്തിൽ സദാ മധുരത, നിർമ്മാണതയും. കർമ്മത്തിൽ ഞാൻ എപ്പോഴും വ്യർത്ഥത്തിൽ നിന്നും നെഗറ്റീവിൽ നിന്നും മുക്തമാണ്. എൻ്റെ ശബ്ദം സദാ നിരഹങ്കാരിയാണ്. എൻ്റെ ശബ്ദം വരദാനി ശബ്ദമാണ്. എത്രത്തോളം നിരഹങ്കാരിയാകുന്നു, സ്വതവേ തന്നെ കർമ്മണായി നിർവികാരിയായി. ഇപ്പോൾ അനുഭവം ചെയ്യണം. ഞാൻ ആത്മജ്യോതി സ്വരൂപം, നിരാകാരിയാണ്. കർമ്മത്തിൽ ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെ നിർവികാരിയാണ്. നിർവികാരി അർത്ഥം
പ്യൂരിറ്റിയുടെ വ്യക്തിത്വമുള്ള, ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെ മഹാദാനി തന്നെ വരദാനിയാകുന്നു. മസ്തകത്തിലൂടെ സർവർക്കും സ്വരൂപത്തിന്റെ സ്മൃതി കൊടുക്കുന്ന വരദാനി തന്നെ മഹാദാനി. എൻ്റെ നയനങ്ങളിലൂടെ, ആത്മീയ ദൃഷ്ടിയിലൂടെ സർവർക്കും സ്വദേശം, അർത്ഥം, മുക്തിധാമം, സ്വരാജ്യം, അർത്ഥം, ജീവൻ മുക്തിയുടെ അനുഭവം ഉണ്ടാകുന്നു. ഓരോ കർമ്മത്തിലും വിശേഷം ഞാൻ ഈ ലോകത്തിൽ മഹാനാത്മാവാണ്. പരമാത്മാവിൽ നിന്നും എനിക്കുള്ള വരദാനമാണ് നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ഞാൻ ഓരോ ചുവടിലും ബാബയെ ഫോളോ ചെയ്യും. ഞാൻ ബാബയെ ഫോളോ ചെയ്യുന്നു. ശ്രേഷ്ഠാത്മാവാണ്. ഞാൻ സദാ സങ്കല്പത്തിൽ നിരാകാരി, നിരാകാരി തന്നെ സാകാരി, സദാ വേണ്ടതും ബാബയ്ക്ക് പ്രിയപ്പെട്ടതുമാണ്. വാണിയിൽ സദാ നിരഹങ്കാരിയാണ്. കർമ്മത്തിൽ ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെ സദാ നിർവികാരിയാണ്. सा नहीं है कोई इतना हसीन बाबा, तुम सा नहीं है कोई इतना हसीन बाबा। हसीन बाबा, तेरे प्यार का अनुभव बताए कैसे बाबा, तेरे प्यार का अनुभव बताए कैसे बाबा। तुम सा नहीं है कोई इतना हसीन बाबा, तुम सा नहीं है कोई इतना हसीन बाबा।
खुशियाँ खूब लुटाते, भले ज्ञान भी सुनाते, श्रीमत भी तो बताते, खुशियों से झोली भर के खुशियाँ खूब लुटाते, खुशियाँ खूब लुटाते। पर मिलन की वो मस्ती समझाए कैसे बाबा, तेरे प्यार का अनुभव बताए कैसे बाबा। तुम सा नहीं है कोई इतना हसीन बाबा, तुम सा नहीं है कोई इतना हसीन बाबा। संसार के हो सहारे, हर मन के हो दुलारे, संसार के हो सहारे, हर मन के हो दुलारे, सबको श्रृंगार करते नैनों के इशारे, सबको श्रृंगार करते नैनों के इशारे। तेरे साए नजारे दिखाए कैसे बाबा, तेरे प्यार का अनुभव बताए कैसे बाबा। तुम सा नहीं है कोई इतना हसीन बाबा, तुम सा नहीं है कोई इतना हसीन बाबा, इतना हसीन बाबा, इतना हसीन बाबा। ഏതുപോലെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി നമ്മളെല്ലാവരും എക്സസൈസ് ചെയ്യുന്നു, അതേപോലെ ആത്മാവിൻ്റെ ഉന്നതിക്ക് വേണ്ടി, ആത്മാവിനെ ശക്തിശാലിയാക്കുന്നതിന് വേണ്ടി, ആത്മാവിനെ വ്യർത്ഥത്തിൽ നിന്നും മുക്തമാക്കുന്നതിന് വേണ്ടി ആത്മീയ എക്സസൈസിൻ്റെയും ആവശ്യകതയുണ്ട്. അതിനുവേണ്ടി അല്പസമയം നമുക്ക് ഇങ്ങനെ അഭ്യസിക്കാം. ഞാൻ പുരിക മധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത ശക്തി തലച്ചോറിനുള്ളിൽ സ്ഥിതി ചെയ്യും.
എനിക്കെന്നെ അന്തർചക്ഷുവിലൂടെ വ്യക്തമായി കാണാം. ഞാൻ ഇപ്പോൾ എന്നെ അനുഭൂതി ചെയ്യുന്നു. ഞാൻ പ്രകാശിക്കുന്ന നക്ഷത്രം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഊർജം, പ്രകാശിക്കുന്ന ഊർജം ശിരസിനുള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എന്നെ ശക്തിശാലിയാക്കുന്നതിന് വേണ്ടി ഒരു സെക്കൻഡ് കൊണ്ട് ഈ സാകാരി ശരീരത്തിൽ നിന്നും പരന്ധാമത്തിലേക്ക് സർവശക്തിവാന്റെ സമീപത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. സർവശക്തിവാനായ ശിവബാബ പരന്ധാമത്തിൽ തൻ്റെ സർവശക്തികളുടെയും ആഭയോടുകൂടി വിരാജ്മാനായിരിക്കുന്നു. സർവശക്തിവാന്റെ സന്മുഖത്ത് ഞാനിരിക്കുന്നു. ഞാൻ ആത്മ ജ്യോതിർബിന്ദു സ്വരൂപം. ശിവബാബയും ജ്യോതിർബിന്ദു തൻ്റെ നിരാകാരി സ്വരൂപത്തിൽ സർവശക്തിവാന്റെ സർവശക്തികളുടെ അതോറിറ്റിയോടുകൂടിയിരിക്കുന്നു. സർവശക്തിവാന്റെ സർവശക്തികളും എന്നിൽ നിറച്ചു തരുന്നു. ഞാൻ ആ ശക്തികൾ സ്വീകരിക്കുന്നു. സർവശക്തിവാന്റെ സർവശക്തികളും എന്നിൽ നിറഞ്ഞു കവിഞ്ഞു. ഞാൻ ആത്മ ശക്തിശാലിയാണ്. ഞാനിപ്പോൾ തൻ്റെ ആകാരി ശരീരത്തിൽ സൂക്ഷ്മവദനത്തിൽ ആകാരി ബാബയോടൊപ്പം അവ്യക്തവദനത്തിൽ അവ്യക്ത സ്വരൂപത്തിൽ ബ്രഹ്മാബാബ നിൽക്കുന്നു. ഞാൻ തൻ്റെ ആകാരി സ്വരൂപത്തിൽ ബാബയെ നോക്കുന്നു. ഞാനിപ്പോൾ ഈ സാകാരി ശരീരത്തിൽ പുരികമധ്യത്തിൽ പ്രകാശിക്കുന്ന അത്ഭുത നക്ഷത്രമായ ആത്മാവിനെ കാണുന്നു. ഞാൻ ആത്മാവിനെ ദർശിക്കുന്നു. ഞാൻ പ്രകാശിക്കുന്ന നക്ഷത്രം തൻ്റെ നിരാകാരി സ്വരൂപത്തിൽ ഈ സാകാരി ശരീരത്തിലിരിക്കുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ പരന്ധാമത്തിൽ സർവശക്തിവാന്റെ സർവശക്തിവാനായ ശിവബാബയെ ഞാൻ കണ്ണിൽ കാണുന്നു. ഞാൻ ആത്മസ്വരൂപത്തിലേക്ക് സർവശക്തിവാന്റെ സർവശക്തികളും നിറയുന്നു. ഞാൻ ശക്തിശാലി ആത്മാവ് തൻ്റെ ആകാരി സ്വരൂപത്തിൽ സൂക്ഷ്മവദനത്തിൽ ആകാരി ബ്രഹ്മാവിനോടൊപ്പം ബ്രഹ്മാബാബയെ ഞാൻ നോക്കിക്കാണുന്നു. ബാബയുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്തിനുള്ളതാണെന്ന് ഞാൻ കാണുന്നു. എങ്ങനെയാണെന്ന് ഞാൻ നോക്കിക്കാണുകയാണ്. അളവറ്റ സന്തോഷത്തോടെ എന്നെ നോക്കുന്നു. ഞാനിപ്പോൾ തൻ്റെ സാകാരി ശരീരത്തിൽ പുരികമധ്യത്തിൽ ഞാൻ
പ്രകാശിക്കുന്ന നക്ഷത്രം നിരാകാരി സ്വരൂപം ഈ സാകാരി ശരീരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ പരന്താമത്തിൽ സർവശക്തിവാന്റെ മുന്നിൽ സർവശക്തിവാന്റെ സർവശക്തികളും സ്വീകരിക്കുന്നു. തന്റെ ആകാരി സ്വരൂപത്തിൽ സൂക്ഷ്മവദനത്തിൽ രമാബാബയുടെ മുന്നിൽ ഞാൻ തന്റെ സാകാരി ശരീരത്തിൽ നിരാകാരനായ ആത്മാവ് സാകാരി ശരീരത്തിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ കാണുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ പരന്താമത്തിൽ സർവശക്തിവാന്റെ മുന്നിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ തന്റെ ആകാരി സ്വരൂപത്തിൽ ബ്രഹ്മബാബയുടെ മുന്നിൽ ഓരോ പ്രാവശ്യവും ബ്രഹ്മബാബയുടെ സമീപനം എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചാൽ ഞാനിപ്പോൾ ഒരു സെക്കൻഡിൽ ഈ സാകാരി ശരീരത്തിൽ നിരാകാരി സ്വരൂപത്തെ ഈ സാകാരി ശരീരത്തിൽ ഞാൻ ദർശിക്കുന്നു. വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അത്ഭുത ശക്തി ഈ സാകാരി ശരീരത്തിൽ. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ പരന്താമത്തിൽ സർവശക്തിവാന്റെ മുന്നിൽ അടുത്ത സെക്കൻഡ് ഞാൻ സൂക്ഷ്മവദനത്തിൽ ബ്രഹ്മബാബയുടെ മുന്നിൽ ബാബ എങ്ങനെയാണ് എന്നെ സ്വീകരിക്കുന്നത് അനുഭവം ചെയ്യും. ഞാനൊരു സെക്കൻഡിൽ ഈ സാകാരി ശരീരത്തിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം തന്റെ ആത്മീയ പ്രൗഢിയിലിരിക്കുന്നു. ഞാൻ നിരാകാരി ലോകത്തിൽ സർവശക്തിവാന്റെ മുന്നിൽ സർവശക്തികളെ സ്റ്റോക്ക് ചെയ്യുന്നു. അടുത്ത നിമിഷം ഞാൻ സൂക്ഷ്മവദനത്തിൽ ബ്രഹ്മബാബയോടൊപ്പം അടുത്ത നിമിഷം ഞാൻ സാകാരി ശരീരത്തിൽ നിരാകാരി സ്വരൂപം ശക്തിശാലി അവസ്ഥയിൽ പ്രകാശിക്കുന്ന നക്ഷത്രം. അടുത്ത സെക്കൻഡിൽ ഞാൻ പരന്ധാമത്തിൽ സർവശക്തിവാനോടൊപ്പം സർവശക്തിവാന്റെ സർവശക്തികളും സ്വീകരിക്കുന്നു. അടുത്ത നിമിഷം ഞാൻ ആകാരി വദനത്തിൽ ബ്രഹ്മബാബ ഇരു കൈകളും നീട്ടി എന്നെ സ്വീകരിക്കുന്നു. അനുഭവം ചെയ്യും. ഞാൻ സാകാരി ശരീരത്തിൽ പ്രകാശിക്കുന്ന നക്ഷത്രം ആത്മാവ് ശക്തിശാലി സ്ഥിതിയിൽ ഞാൻ പരന്ധാമത്തിൽ സർവശക്തിവാനോടൊപ്പം സൂക്ഷ്മോദനത്തിൽ ബ്രഹ്മബാബയോടൊപ്പം സാകാരത്തിൽ നിരാകാരത്തിൽ ആകാരത്തിൽ സാകാരത്തിൽ നിരാകാരത്തിൽ ആകാരത്തിൽ ഞാൻ സാകാരി ശരീരത്തിൽ ആത്മാവ് ശക്തിശാലി അവസ്ഥയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു.
മസ്തകത്തിൽ തിളങ്ങുന്ന ആത്മചൈതന്യത്തെ കണ്ടുകൊണ്ടിരിക്കൂ. ഞാൻ ആത്മ മസ്തകത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യശക്തി. ഞാൻ ആത്മ മാസ്റ്റർ സർവശക്തിവാൻ ജ്യോതിസ്വരൂപം, ഒരു പോയിന്റ് ഓഫ് ലൈറ്റ്. അന്തർചക്ഷുവിലൂടെ ഞാൻ എൻ്റെ ശക്തിസ്വരൂപ സ്ഥിതി, ശക്തി സ്വരൂപത്തെ, ആ പ്രകാശത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ പറന്ന് പറന്ന് ആകാശത്തിനുപരി പോയിന്റ് ഓഫ് ലൈറ്റ് പരംധാമത്തിൽ, ശാന്തിധാമത്തിൽ ബാബയോടൊപ്പം സ്വച്ഛന്തം വിഹരിക്കുന്നു. അവിടുന്ന് ഞാൻ ആത്മാവ് തൻ്റെ സത്വികീ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. നോക്കിയാലും തലയിൽ ഡബിൾ കിരീടം വെച്ച ലക്ഷ്മി നാരായണൻ, കൊട്ടാരം, പുഷ്പക വിമാനം, സുന്ദരമായ പൂന്തോട്ടം, പുഷ്പങ്ങളുടെ പ്രകൃതിദത്തമായ സുഗന്ധം, പ്രകൃതിദത്തമായ സംഗീതം, പ്രകൃതിദത്തമായ അതീന്ദ്രിയ സുഖം, നാല് ഭാഗത്തും സുഖം തന്നെ സുഖം. തൻ്റെ സ്വന്തം ലോകത്തെ, സത്വികീ രാജ്യത്തെ ഞാൻ നോക്കിക്കാണുകയാണ്. എത്ര സുന്ദരം! ഇപ്പോൾ ഞാൻ ആത്മാവ് പറന്ന് തൻ്റെ പൂജ്യസ്വരൂപമായ വിഘ്നവിനാശക ഗണേശൻ്റെ രൂപത്തിൽ ക്ഷേത്രത്തിലിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഭക്തർ എൻ്റെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. സുഖത്തിൻ്റെ കിരണങ്ങൾ വിഘ്നവിനാശകനായ എന്നിൽ നിന്നും എല്ലാ ഭക്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
ദ്വാപര കലിയുഗത്തിൽ ഞാൻ ഈ ലോകത്തിന് സുഖശാന്തിയുടെ കിരണങ്ങൾ നൽകുന്നു. ഭക്തരുടെ എല്ലാ മനോകാമനകളും പൂർത്തീകരിക്കുന്നു. ഇടയ്ക്ക് ഗണേശന്റെ രൂപത്തിൽ, ഇടയ്ക്ക് ദുർഗയുടെ രൂപത്തിൽ, ഇടയ്ക്ക് ലക്ഷ്മി ദേവിയുടെ രൂപത്തിൽ, ഇടയ്ക്ക് ഹനുമാന്റെ രൂപത്തിൽ, ഇടയ്ക്ക് തിരുപ്പതി ബാലാജിയുടെ രൂപത്തിൽ, എല്ലാവരുടെയും മനോകാമനകളെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആത്മാവ് സംഗമയുഗീ ബ്രാഹ്മണ ജീവിതത്തിൽ, ബ്രാഹ്മണ സ്വരൂപത്തിൽ, ഞാൻ ആത്മാ കോടിയിൽ ചിലർ, അതിലും ചിലർ അയഭാഗ്യവാൻ ആത്മാവാകുന്നു. ഭഗവാൻ എന്നെ സൃഷ്ടി പരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ സെലക്ട് ചെയ്തു. ഞാനൊരു മഹാൻ ബ്രാഹ്മണ ആത്മാവാകുന്നു. ഇപ്പോൾ ഞാൻ ആത്മാവ് പറന്ന് സൂക്ഷ്മവദനത്തിൽ ബാബ്ദാദ എൻ്റെ മുന്നിൽ എനിക്ക് ദൃഷ്ടി നൽകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മസ്തകത്തിൽ തിലകം ചാർത്തിത്തരുന്നു. വരദാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ശ്രേഷ്ഠ യോഗി ഭവ, വിജയീ ഭവ, വിശ്വകല്യാണകാരി ഭവ. ഞാൻ ഫരിസ്തയിൽ നിന്ന് വർണ്ണപ്പകിട്ടാർന്ന കിരണങ്ങൾ താഴെ മുഴുവൻ ലോകത്തിലേക്കും വീണുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ 5 തത്വങ്ങൾക്ക് അഗ്നി, ആകാശം, ജലം, ഭൂമി, എല്ലാ തത്വങ്ങളിലേക്കും ഫരിസ്തയായ എന്നിൽ നിന്നും കിരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
ലോകത്തിലെ എല്ലാ ആത്മാക്കൾക്കും ഈ കിരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവർ തൃപ്തരായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് സുഖശാന്തിയുടെ അനുഭൂതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓം ശാന്തി. शांति की एक चिड़िया आई लेकर एक संदेश रे।
रहे